തമ്മിൽ പരിചയമുണ്ട്. ഒരുപാട് യാത്രകൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ദീപ്തി ടീച്ചറെ കല്യാണം. നല്ല രീതിയിലാണ് കല്യാണം നടന്നിരുന്നത്. കുറേയധികം ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നല്ല രീതിയിലൊരു സന്തോഷമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് ആ ഒരു ഭർത്താവിൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദീപ്തി ടീച്ചറെ സ്നേഹിക്കാനുള്ള കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്, സ്വയം എന്താ പറയുക, ഒരു വിൽ പവർ ഉള്ള ഒരാളല്ലേ, കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ അതിനോട് സംസാരിച്ച് നിൽക്കാനൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എനിക്ക് ഇയാളെ എനിക്ക് ജീവിതത്തിൽ പാർട്ട്ണറാണ് വേണമെന്ന് തീരുമാനിച്ചത് കുറേ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്കാണെങ്കിൽ. അല്ല, അത് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഓക്കെ, അത് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകട്ടെ, അങ്ങനെ എടുത്ത തീരുമാനമാണ്. നമുക്ക് പരസ്പരം തോന്നി ഓക്കെ ഞങ്ങൾ മുന്നോട്ട് പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ് ഇതിങ്ങനെ സ്റ്റാർട്ടായത്, കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് ഒരു കാരണമൊന്നുമില്ല, എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഇതാണ് ഭർത്താവ് മീഡിയയ്ക്ക് കൊടുത്ത ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത്. ദീപ്തി ടീച്ചറിനെ കുറിച്ച് എന്തൊക്കെയാണ്, തനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, ദീപ്തിയെക്കുറിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപ്തി ടീച്ചറിൻ്റെ അടുത്തും കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിന് സ്പെസിഫിക്കായിട്ട് ചൂസ് ചെയ്യാൻ കാരണം ആദ്യത്തെ റിലേഷനൊക്കെ ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നോർമലായിട്ട് സെക്കൻഡ് അടുത്ത കല്യാണം കഴിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നോർമലായിട്ട് ഒരു പേടി വരുന്ന ഭയങ്കര ഒരു സാധാരണമാണ്. അതും രണ്ടാമത് കല്യാണം കഴിക്കുന്ന സമയത്ത് ആ ഒരു ഭർത്താവ് റൈറ്റായിട്ടുള്ള ചോയ്സ് അല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ദീപ്തി ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ള കാര്യത്തിന് ദീപ്തി ടീച്ചർ പറഞ്ഞ മറുപടി വളരെ കറക്റ്റായിട്ടുള്ള ഒരു മറുപടിയായിരുന്നു. എടുത്തതെന്ന് ചോദിച്ചാൽ ആള് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി, അതിപ്പോ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു. അത് സഹജീവികളോടുള്ള സ്നേഹം, പെങ്ങന്മാരോടുള്ള സ്നേഹം, കൂട്ടുകാരോടുള്ള സ്നേഹം, അത് ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്നു പോകും. അങ്ങനെയൊരു കാരണം 2 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഒരുപാട് യാത്രകൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു നല്ല സുഹൃത്തായി തന്നെ ഒരു പരിധി വിടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തും. സോ ഇങ്ങനെയൊക്കെ നല്ലോണം കല്യാണം പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നമ്മളെ റാണി ചേച്ചി പിന്നെയും വന്നിട്ടുണ്ട്. റാണി ചേച്ചി അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് പറയണം, റാണി ചേച്ചി എന്ന് പറയുന്നത് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഇത്രയും വൃത്തികേടായിട്ട് അവരെ വീട്ടിലുള്ളവരെ കൊച്ചുങ്ങളെ അടക്കം വൃത്തികേടായിട്ട് പറയുന്നവരെ നമുക്ക് കാണാനേ പറ്റത്തില്ല. അത്രയധികം മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു റാണി ചേച്ചി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ദീപ്തിയെ പറ്റി കുറേയധികം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ ഒരു ചേച്ചിയുടെ മുഖമൊക്കെ വെളിപ്പെടുത്തിയ ദീപ്തി ടീച്ചറൊക്കെ ആയിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതേ കണക്കൊരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദീപ്തി ടീച്ചറിനെ പറ്റി ഈ ഒരു കല്യാണം കഴിച്ച ഒരു വ്യക്തിയെ പറ്റിയും പറയുന്നുണ്ട്. കാരണം ഇത് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് മോശമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ റാണി ചേച്ചി എന്ന് പറഞ്ഞ് ഇവർ മാത്രമല്ല, റാണി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി മാത്രമല്ല, വേറെ കുറേ അധികം കമൻറ്റ്സ് ഇതിന് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹസ്ബൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു കുട്ടി, അവരെ എടുത്ത് വളർത്തുന്ന കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കുറേ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവർക്ക് തന്നെ ഉണ്ടായ കുട്ടിയാണ്, കല്യാണത്തിന് മുമ്പ് ഇതൊന്നും പറയാൻ പറ്റില്ല, ഇതൊക്കെ ചുമ്മാ മറച്ചു വെച്ചേക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവരോടൊക്കെ പറയാനുള്ളത്, അവരുടെ ജീവിതമാണ്, അവരവരെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാത്ത, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചെന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവരുടെ ജീവിതത്തിലൊന്നും കയറി ഇടാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ആരുടെ ലൈഫിലായാലും ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ കയറി ചൊറിയാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അറിയാൻ പാടില്ലാത്ത കാര്യം പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം.